സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ യഖ്ശഉ വമിൻ നഫ്സിൻ ലാ തശ്ബഉ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളെ പഠിപ്പിക്കുകയാണ്, സ്വഹാബാ ഈ ദുആ നിങ്ങൾ നിത്യമാക്കണേ, നിത്യമാക്കണേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ. അല്ലാഹുവേ, പടച്ച റബ്ബേ, പ്രയോജനമില്ലാത്ത അറിവ് എനിക്ക് നീ നൽകരുത് അല്ലാ. അതിനെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാ. ഒരുപാട് അറിവുകൾ പഠിച്ചെടുക്കുന്നതിൽ കാര്യമില്ല മുഅ്മിനേ. പഠിക്കുന്ന ഇൽമ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമാണ്, പ്രയോജനമാണ്. നമുക്ക് ദുനിയാവിലും ആഖിറത്തിലേക്കും പ്രയോജനപ്രദമാകുന്ന അറിവുകൾ നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ ഹതഭാഗ്യരാണ്, ഹതഭാഗ്യരാ. അല്ലാഹുവിന്റെ റസൂല് ശരണം തേടുകയാണ്, ഹബീബായ നബി തങ്ങൾ കാവൽ തേടുകയാണ്. നമ്മുടെ ജീവിതത്തിലും കാവൽ തേടൽ സുന്നത്തായ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ. അല്ലാഹുവേ, പടച്ച റബ്ബേ, പ്രയോജനമില്ലാത്ത അറിവിനെ തൊട്ട് നിന്നോട് കാവൽ തേടുന്നു അല്ലാ. വമിൻ ഖൽബിൻ ലാ യഖ്ശഉ. ഭയപ്പാടില്ലാത്തതാകുന്ന ഹൃദയത്തെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാ. വമിൻ നഫ്സിൻ ലാ തശ്ബഉ. നിന്നോട് വിനയം കാണിക്കാത്ത ശരീരത്തെ തൊട്ട് കാവൽ തേടുന്നു അല്ലാ. തീർന്നില്ല, തീർന്നില്ല. അല്ലാഹുവിനോട് കാവൽ തേടുകയാണ്, കാവൽ തേടുകയാണ്. വമിൻ നഫ്സിൻ ലാ തശ്ബഉ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. നിന്നോട് ചോദിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരമില്ലാത്ത അവസ്ഥയെ തൊട്ട് നിന്നോട് കാവൽ തേടുന്നു അല്ലാ. പാതിരാത്രി എഴുന്നേറ്റുകൊണ്ട് നമസ്കരിച്ചവനാണ്, ഖുർആൻ ഓതിയവനാണ്, ദിക്റുകൾ ചൊല്ലിയവനാണ്, തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തവനാണ്. എന്റെ പ്രാർത്ഥനകളെ സ്വീകരിക്കണേ അല്ലാ. സ്വീകരിക്കാത്ത പ്രാർത്ഥനകളെ തൊട്ട് നിന്നോട് കാവൽ തേടുന്നു അല്ലാ. ആദ്യമായി അല്ലാഹുവിന്റെ റസൂൽ കാവൽ തേടിയത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ. പ്രയോജനമില്ലാത്ത അറിവിനെ തൊട്ട് എനിക്ക് നീ കാവൽ നൽകണേ അല്ലാ. നിന്നോട് ശരണം തേടുന്നു അല്ലാ. എത്രയോ ആളുകൾ വിജ്ഞാനം പഠിച്ചവരാണ്, പക്ഷേ സ്വന്തം ഉസ്താദുമാരുടെ ഗുരുത്വമില്ല, പൊരുത്തമില്ല, മഹത്വമില്ല. അതുകൊണ്ട് തന്നെ ദീനിനോട് ഹുബ്ബില്ലാത്തവനായി, ദീനിനേക്കാൾ ദീനിൽ തന്നെ അറിയപ്പെട്ട ശൈഖായി ചമഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നവനായി മാറുകയാ. കള്ളത്വരീഖത്തിന്റെ മശായിഖന്മാരെ നമുക്കറിയില്ലേ, അറിയില്ലേ? എത്രയെത്ര ആളുകളാണ് ബിദ്അത്തിന്റെ വഴിത്താരയിലേക്ക് പോയവരാണ്. നാട്ടിൽ വന്നുകൊണ്ട് മോശപ്പെട്ടതാകുന്ന പ്രസംഗങ്ങൾ നടത്തിയിട്ട് പോയതാകുന്ന ആളുകൾ നമുക്ക് പരിചയമില്ലേ? ഒരു കാലഘട്ടത്തിൽ ദീനിൽ അറിയപ്പെട്ട വായിലായിരുന്നു, ഇന്നതാ സമൂഹം അറിയപ്പെട്ട, സമൂഹം അധിക്ഷേപിക്കുന്ന വ്യക്തിയായി മാറുകയാണ്. എന്തുകൊണ്ടാണ്? പഠിച്ചതാകുന്ന കിതാബുകളെയും പഠിപ്പിക്കപ്പെട്ട ആലിമീങ്ങളെയും തൃണവൽഗണിച്ചവനാണ്, അതനുസരിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കാത്തവനാ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശങ്ങളെ കളഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞവനാണ്. പരിശുദ്ധമായ ഖുർആനിനെ വെല്ലുവിളിച്ചവനാണ്, പരിശുദ്ധമായ ഹദീസുകളെ തൃണവൽഗണിച്ചവനാണ്. ഇമാം ബുഖാരിയുടെ ഹദീസുകൾ പോലും കളവുണ്ട് എന്ന് പ്രചരിപ്പിച്ചവനാ. നഊദു ബില്ലാഹ്. അതുകൊണ്ട് അറിവ് കണ്ടുകൊണ്ട് ജനങ്ങളെ മനസ്സിലാക്കല്ലേ, വലിയ അറിവുള്ള വ്യക്തിയാണെന്ന് കരുതരുതേ. മറിച്ച് ഇൽമ നാഫിയായില്ല എങ്കിൽ, പ്രയോജനപ്രദമായില്ല എങ്കിൽ ദുനിയാവും ആഖിറവും നഷ്ടമാണ്. അറിവ് ചോദിക്കുമ്പോ പടച്ച റബ്ബിനോട് ചോദിക്കേണ്ടത്, റബ്ബി സിദിനി ഇൽമൻ നാഫിഅ.
അല്ലാഹുവേ പടച്ച റബ്ബേ എനിക്ക് പ്രയോജനപ്രദമായ അറിവ് നീ നൽകണേ അല്ലാ. മക്കളെ മദ്രസയിലേക്ക് അയക്കുമ്പോ, ദീനി കലാലയത്തിലേക്ക് അയക്കുമ്പോ, ദീനി സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞു വിടുമ്പോ, കോളേജിലേക്ക് പറഞ്ഞു വിടുമ്പോ, സ്കൂൾ തലത്തിലേക്ക് പറഞ്ഞു വിടുമ്പോ വാപ്പാ ഉമ്മ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. അല്ലാഹുവേ എനിക്കും എൻ്റെ മക്കൾക്കും നാഫിയായ ഇൽമ നൽകണേ അല്ലാ. നാഫിയായ പ്രയോജനപ്രദമായ അറിവ് നൽകണേ അല്ലാ. ചോദിക്കണം. നമ്മൾ എവിടെ ദ്വാരക്കുന്നു? വാപ്പാ ഉമ്മ മക്കൾക്ക് വേണ്ടി ദ്വാരക്കലുണ്ടോ? മക്കളെ സാലിഹായി തീരാൻ ചെറുപ്പം മുതലേ പരിശ്രമിക്കണം. ചെറുപ്പം മുതലേ ദ്വാരക്കണം. റബ്ബി ഹബിലി മിനസ് സാലിഹീൻ. മക്കളില്ലാതെ വിഷമിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാ. ഫബശറനാഹു ബിഗുലാമിൻ ഹലീം. സഹിഷ്ണുതയുള്ളതായ തഖ്വയുള്ളതായ സാലിഹായ ഇസ്മായിൽ എന്ന പൊന്നുമോനെ കൊടുത്തുകൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കുകയാ. വാപ്പയാകുന്ന ഇബ്രാഹിമിന്റെ ചോദ്യമാണ്. 70 വയസ്സെത്തി, 90 100 107 ദുആ നിർത്തുന്നില്ല. ദുആ എന്താ? കുട്ടിയെത്താ അല്ലാ, മക്കളെത്താ വേണ്ട. നല്ല ദുആ. എന്താ ദുആ? റബ്ബി ഹബിലി മിനസ് സാലിഹീൻ. അല്ലാഹുവേ പടച്ച റബ്ബേ എനിക്കൊരു കുഞ്ഞിനെ നൽകുകയാണ് എങ്കിൽ സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാ ആണ് ചോദിക്കേണ്ടത്. നമ്മളത് ചോദിക്കലുണ്ടോ? അത് ചോദിച്ചിട്ടുണ്ടോ ഇന്ന് വരെ? ഇല്ല എങ്കിൽ അടുത്ത സെക്കൻഡ് മുതൽ ചോദിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മക്കളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. സാധാരണ എൻ്റെ മോൻ കഞ്ചാവാണ്, MDMA ആണ്, LSD ആണ്, ഒരു കാര്യമില്ല. പാപ്പ പള്ളിയിൽ നിന്നും കൂടെ ഇറങ്ങിയില്ല, അതിന് മുമ്പ് ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട് ഒരു പുക. അപ്പോൾ പറയാ ഇത് അറിയത്തില്ല, നമ്മുടെ ഹാജിയാരാണ്, ഇല്ല അവൻ്റെ പാപ്പാണ്, റൗണ്ടിൽ പുക വിടുന്ന പുള്ളി മാത്രമേ ഉള്ളൂ. ബാത്റൂമിൽ കൂടെ ഇങ്ങനെ പോവാണ്, റൗണ്ടിൽ അപ്പുറം വഴി ഇറങ്ങി അങ്ങനെ പോയി. ക്ലാപ്പന പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് റോഡ് ക്രോസ് ചെയ്ത് പുതുത്തൊരു പള്ളി വഴി അപ്പുറത്തോട്ട് പോയി, പടിഞ്ഞാറോട്ട്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആണോ അല്ലയോ? ഇത് നീ വലിയ നോമ്പ് തുറക്കുന്ന തന്നെ അല്ലാഹു അക്ബർ ആജിയാര കാട്ടായ 2 റക്അത്ത് കഴിയുമ്പോഴേ കയറി വരുള്ളൂ. ഉള്ള നിക്കോട്ടിൻ മുഴുവനുണ്ട്. ഒരാൾ ഒരു സമയത്ത് പുക വലിച്ച 18 മണിക്കൂർ കിടക്കുമെന്നാണ് ആ നിക്കോട്ടിൻ്റെ അംശം. സാധനം അടിച്ചിട്ട് വന്നിരിക്കുക, 2 ദിവസത്തേക്ക് ഹയാത്തിലുണ്ട്. അല്ലാഹു ആക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. പിന്നെ എങ്ങനെ ദുആ സ്വീകരിക്കും? അപ്പൊ ദ്വാരക്കലും ഇല്ല, ചെയ്യുന്ന പ്രവർത്തനവും ഇതാണ്. എന്നിട്ട് മക്കളെ പരാതിയാണ്. സാധ ഇവന് വെടുക്ക് സാധനമാണ്, മകനെ മുൻനിർത്തിയിട്ട് വാപ്പാടെ വാഴാണ്. ഉസ്താദുമാരോട് ഒരിക്കലും പറയാൻ പാടില്ല. ടീച്ചർമാരോടായിരുന്നാലും അതുപോലെ തന്നെ ഉസ്താദുമാരോടായിരുന്നും മക്കളെ ഉസ്താദുമാരെ അല്ലെങ്കിൽ ടീച്ചർമാരുടെ മറ്റൊരാളുടെ മുന്നിൽ നിർത്തിയിട്ട് അവന്റെ കുറ്റം പറയരുത്, പരസ്യമായിട്ട് പറയരുത്. അത് ചെയ്താൽ മക്കളുടെ മനസ്സിൽ നെഗറ്റീവ് സ്ട്രോക്ക് കൊടുക്കുകയാണ്. എപ്പോഴും പോസിറ്റീവ് കൊടുക്കണം. പോസിറ്റീവ് എനർജിയാണ് മക്കൾക്ക് കൊടുക്കേണ്ടത്. ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ സാധാ കഞ്ചാവാന്ന് പറയുമ്പോൾ മനസ്സിൽ ഒരു നോട്ടം ഉണ്ടോ അവൻ്റെ കരിച്ച്. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ അടുത്ത സാധനം വേറെ എടുത്തിട്ട് അടിച്ച് ചിരി ചുണ്ടിനടി വെച്ചോണ്ട് പോകും. അപ്പോൾ റാഹത്തല്ലേന്ന് ചോദിക്കും. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് ശരിക്കും ദ്വാരന്നോ മക്കൾക്ക് വേണ്ടി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോൾ അല്ലാഹു ഒരുപാട് സമയം കഴിഞ്ഞാൽ മക്കളെ കൊടുത്തത്. പക്ഷെ മക്കളെ കൊടുത്തു, അതാണ് മനസ്സിലാക്കേണ്ടത്. അത് കൊടുത്തതോ പ്രവാചകനായ ഒരു മകനെയല്ല കൊടുത്തത്, പ്രവാചകനാക്കി. അതല്ലേ മനസ്സിലാക്കേണ്ടത്. ഒരു മകനാണ് കൊടുത്തത്. ഒരു മകനാണോ? അല്ല, മക്കളുടെ പരമ്പര മുഴുവൻ പ്രവാചകന്മാർ. സമയമില്ല ഇപ്പൊ അതിലോട്ട് പോകും, വേറെ വിഷയം. وَوَهَبْنَا لَهُ إِسْحَاقَ وَيَعْقُوبَ وَكُلًّا هَدَيْنَا وَنُوحًا هَدَيْنَا مِن قَبْلُ وَمِن ذُرِّيَّتِهِ دَاوُودَ وَسُلَيْمَانَ وَأَيُّوبَ وَيُوسُفَ وَمُوسَى وَهَارُونَ وَكَذَلِكَ نَجْزِي الْمُحْسِنِينَ وَزَكَرِيَّا وَيَحْيَى
വഈസാ വഇല്യാസ് കുല്ലും മിനസ്സാലിഹീൻ. മക്കളില്ലാതെ വിഷമിച്ചതായ ഇബ്രാഹിം നബിക്ക് അല്ലാഹു പരമ്പര മുഴുവനും സാലിഹീങ്ങളാക്കുകയാ. സാലിഹീങ്ങളായ പ്രവാചകന്മാരായ മക്കളായി അല്ലാഹു മാറ്റിയില്ലേ? ആദ്യമായി ഇസ്മായിൽ എന്ന മകനെ നൽകിയില്ലേ? ശേഷം ഇസ്ഹാഖിനെ അല്ലാഹു നൽകിയില്ലേ? ആ ഇസ്ഹാഖ് എന്ന മകനിലൂടെ ഇസ്രായേൽ എന്ന നാമധേയത്തിൽ ഓമന പേരിൽ അറിയപ്പെടുന്ന യാക്കൂബ് നബിയെയും അല്ലാഹു നൽകിയില്ലേ? ആ യാക്കൂബ് നബിയുടെ മകനായി അല്ലാഹു യൂസുഫ് എന്ന പ്രവാചകരെ നൽകിയില്ലേ? മക്കളുടെ പരമ്പര മുഴുവനും സാലിഹീങ്ങളാണ്, സാലിഹീങ്ങളാ. വല്യാപ്പയുടെ ദുആആണ്, ദുആആൻ. വല്യാപ്പ ദുആയിരുന്നു അല്ലാഹു സാലിഹായ ഒരു കുട്ടിയെ താന്നു. നോക്കുമ്പോൾ മൊത്തം മക്കള് സാലിഹീങ്ങൾ. അല്ലാഹ് സാലിഹീങ്ങളാണോ? ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠരായ വിഭാഗങ്ങൾ അമ്പിയാക്കളാണ്. ഒക്കെ നബിമാരാക്കി. പിടിച്ചോ. ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബ്, യൂസുഫ്. അൽ കരീം, ഇബ്നുൽ കരീം, ഇബ്നുൽ കരീം, ഇബ്നുൽ കരീം. യൂസുഫ് ബിൻ യാക്കൂബ് ബിൻ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം ഷഫീഉനാ റസൂലുള്ളാഹി. മാന്യന്റെ മകനാണ് യൂസുഫ്. ഇബ്രാഹിമിന്റെ മകൻ ഇസ്ഹാഖിന്റെ മകൻ യാക്കൂബിന്റെ മകനാണ് യൂസുഫ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒക്കെ മാന്യന്മാരാണ്. നബിയെ കൊണ്ടത് അല്ലാഹു പറയിപ്പിച്ചു. സാരമല്ല, കാരണം എന്താ? വല്യാപ്പാട് ദുആ. അതേ പരമ്പരയിലാണ് ആര് വരുന്നത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിലാണ് ആര് വന്നിട്ടുള്ളത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അന ബിദഅവതി ഇബ്രാഹീം വബിശാറതി ഈസാ. ഞാൻ ഈ ലോകത്തിലേക്ക് കടന്നു വരാനുള്ള കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആആണ്, ദുആ. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിഷയം വേറെ പോകും, ഞാൻ തിരിച്ചു വരികയാണ്. അപ്പൊ സാലിഹാകാൻ വേണ്ടി ദ്വാരക്കണം. മക്കൾ സാലിഹാൻ വേണ്ടി അപ്പം ഉമ്മ ശരിക്കും ദ്വാരക്കണം. 5 വഖത്ത് നിസ്കാരത്തിന് ശേഷവും നല്ല അമലുകൾ ചെയ്ത് ദീനിയായ മജ്‌ലിസുകൾക്ക് ശേഷം ഒക്കെ ദ്വാരക്കണം. അല്ലാഹുവേ മക്കളെ സാലിഹാക്കി താ. അല്ലാഹുവേ ദ്വാരക്കണം. ദ്വാരക്കാതെ ഒന്നും രക്ഷയില്ല. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, നബിയേ, അല്ലാഹു നിങ്ങളെ പരിഗണിക്കുകയേ ഇല്ല. ഖുൽ, നബിയേ തങ്ങൾ പറയണേ ഈ സമൂഹത്തോട്, മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നിങ്ങളുടെ പ്രാർത്ഥനയില്ലാതെ, അല്ലാഹുവിനോട് ദുആ ചെയ്യാതെ, പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാതെ അല്ലാഹു നിങ്ങളെ പരിഗണിക്കുകയേ ഇല്ല. സാധേ ഞങ്ങൾ പ്രയാസത്തിലാണ്, നൊമ്പരത്തിലാണ്, രാജ്യം വളരെ ഭീഷണിയിലാണ്. മുസ്ലിമേ, മുഅ്മിനത്തെ, നമസ്കാരത്തിന് ശേഷമുള്ള ദുആ നിസ്സാരമായി കാണല്ലേ. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തരം കിട്ടാനുള്ളതാകുന്ന പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ദുബിരി കുല്ലി സ്വലാത്തിൻ മഫ്റൂള. ഫറളായ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥനയെ നിസാരപ്പെടുത്തരുതേ. ആരെന്ത് പറഞ്ഞാലും നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേ. പാതിരാത്രി സമയത്ത് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയില്ലേ? ലോകം മുഴുവനും ഉറങ്ങുമ്പോൾ ഉറങ്ങാതെ നിർനിദ്രനായി പടച്ച റബ്ബിലേക്ക് ദുആ ചെയ്താൽ ഇജാബത്താണ്. ഉത്തരം കിട്ടുന്ന ദുആ. രാത്രിയിൽ ഉറങ്ങണം. രാത്രിയിൽ എവിടെ എത്തി എന്നും പറഞ്ഞ് നോക്കിയിരിക്കുക. വീഡിയോ എടുത്തോണ്ട് ഹാജിയാര് 70 കഴിഞ്ഞു, ഇപ്പോഴും ഹാജിയാര് കറക്കി കുത്താണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ രക്ഷപ്പെടൂല. അതൊക്കെ മാറ്റി വെക്കില്ല. അതൊക്കെ മൊബൈലൊക്കെ എടുത്ത് മാറ്റി വെക്ക്. നെറ്റ് ചെയ്തത് മുതലാക്കണ്ടേന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെ കുത്തിക്കൊണ്ടിരുന്ന എല്ലാം പോയി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്നിട്ട് വല്ല ദിക്ർ ചൊല്ലിയും ഖുർആൻ ഓതി നിസ്കരിക്കാൻ ദുആ ചെയ്യൻ. പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞിട്ട് ദുആരക്ക്. മക്കൾ സ്വാലിഹാകാൻ വേണ്ടി ദുആരക്ക്. റബ്ബിനോട് ദുആ നോക്കി.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരൊരുവൻ യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, കരുണക്കടലായ നാഥാ എന്ന പടച്ച റബ്ബിനെ വിളിച്ച് 1000 പ്രാവശ്യം വിളിച്ചുകൊണ്ട് ദുആ ചെയ്തോ, അല്ലാഹുവിനോട് ചോദിച്ചോ, ഉത്തരം ലഭിക്കുമേ, അവന്റെ ഉദ്ദേശം വിടുമേ. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി من قال يا أرحم الراحمين في جوف الليل قال الله حاجته أو كما قال رسول الله. ഒരാൾ രാത്രി നിന്നിട്ട് യാ റഹമർ റഹീമീൻ, യാ റഹമർ റഹീമീൻ, യാ റഹമർ റഹീമീൻ, യാ റഹമർ റഹീമീൻ 1000 വട്ടം അങ്ങനെ ഒന്ന് വിളിച്ചു നോക്ക്, മനസ്സിരുത്തി വിളിക്കണം. എന്നിട്ട് നമ്മുടെ ഉദ്ദേശം ഒന്ന് പറഞ്ഞിട്ട് ദ്വാരന്ന് നോക്കിയാൽ ഉറപ്പാണ് അള്ളാഹു ഉത്തരം നൽകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു കരുണ ചെയ്യുന്നവനാണ്. യാ റഹമർ റഹീമീൻ, എല്ലാവർക്കും കരുണ ചെയ്യുന്നവൻ അല്ലാഹു. പരിശുദ്ധമായ ഖുർആനിലെ 114 സൂക്തങ്ങളിൽ 113 സൂക്തങ്ങളുടെ തുടക്കങ്ങളും വിശദീകരിച്ചത് അർ-റഹ്മാൻ, അർ-റഹ്മാൻ എന്നാണ്. ആ വാക്ക് ഉച്ചരിച്ചുകൊണ്ട് യാ അർഹമർ റഹീമീൻ, യാ റഹമർ റഹീമീൻ ഭയങ്കരമാണ്. ഒന്ന് വിളിച്ചു നോക്കുങ്ങൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉത്തരം കിട്ടും. ഇഖ്ലാസ് വേണം. നമുക്കതിനൊന്നും സമയമില്ല. നിസ്കാരം കഴിഞ്ഞ് 2 മിനിറ്റ് ദ്വാരക്കാൻ പോലും ഇല്ല. ആചാരം ഇറങ്ങും, വലിയ സുസിന്നെയാണ്, കരിക്കാനിരിക്കുന്നില്ല. ദ്വാ കഴിഞ്ഞാൽ ദ്വായ്ക്കില്ല, ചാടി ഇറങ്ങി ഓടുകയാണ്. എനിക്ക് തിരക്കാം, അവിടെ പോകണം, ഇവിടെ എങ്ങോട്ട് പോകുന്നു ആചാര്യ? ആചാര്യ എങ്ങോട്ടാ ഈ ഓട്ടം? 5 മിനിറ്റ് നിനക്ക് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഓട്ടം എങ്ങോട്ടാണ്? പെങ്ങളെ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് നീ പ്രാർത്ഥിച്ചില്ല എങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയില്ല എങ്കിൽ, പടച്ച റബ്ബിലേക്ക് ദുആ ചെയ്തില്ല എങ്കിൽ അല്ലാഹു നിങ്ങളെ പരിഗണിക്കില്ല. ഖുർആനാണ്, ഖുർആൻ പഠിച്ചു വെക്കേ. പടച്ച റബ്ബ് പരിഗണിക്കില്ല. ആർക്ക് വേണോടാ നിന്റെ നിസ്കാരം? ഇവിടെ നിസ്കാരം മുൻഗാമികളൊക്കെ നിർവഹിച്ചിട്ടുണ്ട്. നിന്റെ നിസ്കാരം കൊണ്ട് പടച്ച റബ്ബിന് എന്തെങ്കിലും നേടാനാണോ? ഈ സമുദായത്തിന് എന്തെങ്കിലും ഗുണം ലഭിക്കാനാണോ? നിന്റെ നമസ്കാരം നിനക്ക് വേണ്ടിയിട്ടുള്ളതാ, നിന്റെ ദറജ ഉയരാനാണ്. അതുകൊണ്ട് ആ നമസ്കാരം സ്വീകരിക്കാൻ 2 മിനിറ്റ് ഇരുന്നിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യ്. പരിശുദ്ധമായ കഅബ പണിയാൻ വേണ്ടി പറഞ്ഞു. കഅബ പണിത് പൂർത്തീകരിച്ചിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോലും പടച്ച റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ പടച്ച റബ്ബേ, നീയാണ് കഅബ പണിയാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ മകനുമായി പരിശുദ്ധമായ കഅബ പണിത് പൂർത്തീകരിച്ചു. അല്ലാ നീ സ്വീകരിക്കണേ നാഥാ. പ്രവാചകനാണ് പണിതത്, അല്ല പറഞ്ഞിട്ട് ചെയ്തതാ. പോരായ്മ ഉണ്ടെങ്കിൽ റബ്ബ് സഹിക്കും. എന്നിട്ട് പോലും പറയാ പടച്ച റബ്ബെ സ്വീകരിക്കല്ല. നമ്മളിതെന്തോ നിസ്കാരം കഴിഞ്ഞിട്ട് സലാം അടക്കി വെച്ചിട്ട് പോവാണ്. അടച്ചോനെ പോട്ടെ, ആർക്ക് വേണം നിന്റെ നിസ്കാരം? അല്ലാഹു കാത്തു സംരക്ഷിക്കട്ടെ. ഭൗതിക വിദ്യാവാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിൻ്റെ ബ്രേക്കടോ. ഭൗതിക വിദ്യാവാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിൻ്റെ ബ്രേക്കടോ. ഭൗതിക വിദ്യയൊക്കെ കൊള്ളാം, അടിപൊളിയാണ്, പഠിക്കണം, വേണം, എല്ലാ കാര്യം വേണം. നമ്മുടെ മക്കളിൽ ഒരാൾ എഞ്ചിനീയർ ഉണ്ടാവട്ടെ, ഒരാൾ ഡോക്ടറേറ്റ് എടുത്ത അവസ്ഥ ഉണ്ടാവട്ടെ. പക്ഷെ അതോടൊപ്പം തന്നെ ഹാഫിളും ആലിമും ഒക്കെ നമ്മുടെ കുടുംബത്തിൽ ചേർന്ന് വരട്ടെ. ഈ എഞ്ചിനീയറായ കുട്ടിയും അതുപോലെ തന്നെ ഡോക്ടറേറ്റ് എടുത്തതാകുന്ന വിദ്യാർത്ഥിയാകട്ടെ, വിദ്യാർത്ഥിനിയാകട്ടെ, അവർക്കൊക്കെ എന്തുകൂടി വേണം? ആത്മീയമായ അറിവ് കൂടി വേണം. ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കണം എന്നുള്ളൊരു ബോധം വരണം. ഇന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രണയ ജോഡികളായി നിലകൊള്ളുന്നത് കോളേജ് കൗമാരക്കാരാണ്. കാസർഗോഡ് ജില്ലയിലുള്ള ഒരു സഹോദരൻ സൗദിയിൽ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ ലൈൻ അടിച്ച് അവൻ സൗദിയിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്ന് ഫ്ലൈറ്റ് ഇറക്കി കൊണ്ടുവന്ന് അവിടെ മുതൽ 2 മാസക്കാലം അവളുമായി കറങ്ങുന്ന ചിത്രം വരെ അവസാനം തിരിച്ചു കയറ്റിവിടുന്നത് വരെ ചാനലുകൾ പ്രദർശിപ്പിച്ചിരുന്നു. എങ്ങനെയാണ് കടക്കിയെടുത്തത്? ഇൻസ്റ്റഗ്രാം എന്ന ആപ്പ് മുഖേന ആ പെൺകുട്ടി ആപ്പിലാക്കിയതാണ്. മനസ്സിലാക്കണം. നിങ്ങൾ പറയാനാണെങ്കിൽ നേരം വെളുക്കും. എൻ്റെ ഭാഗം അങ്ങനെയാണ്, ഒരുപാട് നേരം പിടിക്കാൻ നിർത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ ഫീൽഡിലായതുകൊണ്ട് സമയം പോകുന്ന അറിയില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും.
പ്രത്യേകിച്ച് 2 മണിക്കൂർ പറഞ്ഞു വന്നാലാണ് പിന്നെ കത്തുക. അതുകൊണ്ട് വേഗം നിർത്തുക. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. ഞാനിത് പറയുന്നത് എന്തിനാ? നമ്മുടെ മക്കളെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. മൊബൈൽ ഫോൺ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കാൻ അപ്പോൾ ഉപയോഗിച്ചോന്നും പറഞ്ഞുകൊണ്ട് അടച്ചിട്ട റൂമിൽ പാതിരാത്രി സമയം വരെ മക്കളിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ നേരത്ത് വാപ്പ പോയി വിളിക്കുമ്പോൾ ഉമ്മയും വാപ്പയും തുറച്ചു നോക്കുന്ന മക്കളില്ലേ, അവന്റെ മനസ്സിന്റെ അകത്തളങ്ങൾ നീരസം വന്നു കഴിഞ്ഞു. അവന് നിങ്ങളെക്കാൾ പ്രിയം ആരെയാണ്? ആ മൊബൈൽ ഫോൺ, ആ ലാപ്ടോപ്പാണ്. പഴയ കാലത്ത് വാപ്പ വീട്ടിലേക്ക് വരുമ്പോൾ ഓടി വരുമായിരുന്നു, മക്കൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കായിരുന്നു. ഇന്ന് മക്കളെ വാപ്പയെ കെട്ടിപ്പിടിക്കാനും ചുമ്മന നൽകാനും വാപ്പ എന്ന് പറയുന്ന സ്നേഹബാധത്തിന്റെ അടുക്കലേക്ക് മക്കൾ ഓടി വരാൻ ചെറുമക്കളും തയ്യാറാകുന്നില്ല, ഭാര്യയും വരുന്നില്ല. വാപ്പ വലിയ പ്രതീക്ഷയോട് പോയി കോളിമ്പല്ലടിക്കണം. ഇപ്പൊ മക്കൾ വരും, മിഠായി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, കുഴിമന്തി വാങ്ങിച്ചിട്ടുണ്ട്, കിഴിപൊറോട്ട ഉണ്ട്. മക്കൾക്ക് അതൊന്നും വേണ്ട, വേറെ ഹാലാണ്. മക്കൾ ഇതിനകത്ത് അതിനേക്കാൾ വലിയ ആട് മന്തി കണ്ടുകൊണ്ടിരിക്കുകയാണ് വീഡിയോ. അതുകൊണ്ട് വാപ്പ വാങ്ങാൻ വിളിക്കും, അപ്പ മക്കൾ ഇതിനകത്ത് കൊണ്ടുകൊണ്ടിരിക്കുക. വാപ്പയോടുള്ള സ്നേഹബന്ധം മുറിഞ്ഞുപോയി അല്ലേ? അവസ്ഥ അതല്ലേ? കാരണം എല്ലാവരും മൊബൈലാണ്. വാപ്പ ഒരു ഭാഗത്തിരിക്കുന്നു, ഉമ്മ ഒരു ഭാഗത്തിരിക്കുന്നു, മക്കൾ വേറെ വേറെ ഭാഗങ്ങളിലായിരിക്കുന്നു. ഒരു റൂമിൽ തന്നെ ഒരു പരസ്പരം സംസാരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഇല്ലാതായിരിക്കുന്നു. ഒരു 10 മിനിറ്റ് പോലും ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുന്നില്ല, ഭാര്യ ഭർത്താവിനോട് പോലും മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ. അതിനേക്കാൾ വലുത് വീടിൻ്റെ അകത്തളങ്ങളിൽ ഒരു 690 രൂപയ്ക്ക് അൺലിമിറ്റഡ് നെറ്റ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ നെറ്റുമായി ബന്ധപ്പെട്ട് അതിലൂടെ അശ്ലീലതകൾ കണ്ടുകൊണ്ട് രസിക്കാനാണ് ഇന്നത്തെ തലമുറ താല്പര്യപ്പെടുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇത് വലിയ നഷ്ടമാണ്, ഇത് വലിയ നാശങ്ങളിലേക്ക് പോകും. അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ സന്തോഷം നൽകുമാറാവട്ടെ. ആമീൻ പറയും. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ, സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. അതിനെന്ത് വേണം? ആത്മീയമായ ഒരു അറിവ് നമ്മുടെ മക്കൾക്ക് എപ്പോഴും കൊടുക്കണം. നിസ്കരിക്കാൻ വാപ്പ പള്ളിയിലേക്ക് പോകുമ്പോൾ മകനെ കൂടി കൊണ്ടുപോകുന്നൊരു ശീലം വരണം. മുടങ്ങാൻ പാടില്ല, കറക്റ്റായിട്ട് പള്ളിയിലേക്ക് പോകണം. ഉമ്മ കൃത്യമായി നിസ്കരിക്കാൻ പോകുമ്പോൾ അവ്വല് വക്കത്തിൽ നിസ്കരിക്കുന്ന ഒരു ശീലം ഉമ്മാക്കൊണ്ടോ മകളും ആ ചിട്ട വരും, ഉറപ്പാണ്. അപ്പായി ഉമ്മായി നിസ്കരിക്കുമെങ്കിൽ ഉറപ്പാണ് മക്കളും ആ ചിട്ടയിൽ വന്നിരിക്കും. ചിട്ട വരണം വാപ്പാക്കും ഉമ്മാക്കും. തോന്നുമ്പോൾ നിസ്കരിക്കുക, എല്ലാം കഴിഞ്ഞ് നിസ്കരിക്കുക. ആ ഒരു ചിട്ടയാണെങ്കിൽ മക്കളും അതിൽ ആഗവത്തോടെ കാണും. നമ്മുടെ ജീവിതശൈലി കണ്ടിട്ടാണ് മക്കൾ പഠിക്കുന്നത്. നമ്മളെ ചീത്ത മറ്റുള്ളവരോട് വിളിക്കുന്നത് കേട്ടിട്ടാണ് മക്കളും പഠിക്കുന്നത്. നമ്മളെയാണ് റോൾ മോഡലാക്കുന്നത്. വാപ്പയെ മകൻ റോൾ മോഡലാക്കുന്നു, ഉമ്മയെ മകൾ റോൾ മോഡലാക്കുന്നു. അതുകൊണ്ട് മക്കളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കും. നിങ്ങളുടെ നടത്തം, ഇരുത്തം, കടത്തം, നിങ്ങളുടേതാകുന്ന സംസാരം ഒക്കെ വളരെയേറെ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ മക്കളത് ക്യാച്ച് ചെയ്യുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ അതിലൂടെ ഒരുപാട് പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളെല്ലാം അള്ളാഹു സാലിഹീങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അമാലുകൾ നമ്മുടെ ശിഷ്ടകാല ജീവിതത്തിൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചു പറയുന്നു, അലി റളിയല്ലാഹുവിന് പറഞ്ഞു, മക്കളോട് 3 രീതിയിൽ നിങ്ങൾ വർത്തിക്കണം. ചെറുപ്രായം മുതൽ 7 വയസ്സ് വരെ കളിച്ചും രസിച്ചും നിലകൊള്ളണം. 7 മുതൽ 14 വരെ അവർക്ക് മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കണം. 14 വയസ്സ് മുതൽക്ക് 21 വരെ വസാഹിബുഹും സബ്അ, അവരോട് കൂട്ടുകാരായി സഹവസിക്കണം. അങ്ങനെ സഹവസിച്ചാൽ വാപ്പയോട് ഉമ്മയോട് മകളും മകനും അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും അപ്ഡേഷൻ നൽകും. ഇന്ന് ഇന്ന സംഭവങ്ങൾ നടന്നു, ഇന്ന് ഇന്ന ചെറുപ്പക്കാരൻ എന്നെ സൈറ്റടിക്കാൻ നോക്കി ഇന്ന സ്ഥലത്ത് വെച്ച്. പെണ്ണ് പറയും, ഉറപ്പാണ്, ഉമ്മയോട് പറയും. കാരണം എന്താ? വസാഹിബുഹും സബ്അ, സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാൻ. സുഹൃത്ത് ബന്ധം എന്ന് പറയുമ്പോൾ തോളത്ത് കൈയിട്ടിട്ട് കുപ്പി എന്നാ പിടിച്ചോ അടിച്ചു കുടിക്കാനല്ല. പിന്നെന്താ? സുഹൃത്ത് ബന്ധം എന്ന് പറയുമ്പോൾ അകലം പാലിക്കേണ്ട. ഉമ്മയുടെ കാറ്റഗറിയിൽ നിൽക്കണം, വാപ്പയുടെ കാറ്റഗറിയിൽ നിൽക്കണം. അതിനോടൊപ്പം തന്നെ മക്കളുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുന്ന ഒരവസ്ഥ. ഇന്ന് നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാൻ മക്കൾ സ്കൂളിൽ പോയി വരുമ്പോൾ അവരോട് 2 മിനിറ്റ് ഇരിക്കാൻ നമ്മൾ തയ്യാറാവണം. മക്കളെ വേറെ വഴിക്ക് വിടരുത്, നമ്മുടെ സ്വന്തം മക്കളാണ്. വളരെ ശ്രദ്ധിക്കണത്. ഹൃദയത്തിൽ സ്നേഹം വെച്ച് നടക്കുക, കറുത്ത ഒരു മുഖമായിട്ട് നടക്കുക, എപ്പോഴും കടിപ്പിച്ച് നടക്കുക, അപ്പോഴേ വാപ്പയാവുള്ളൂ. അങ്ങനെയല്ല. മക്കളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്ന ഒരു സമീപനം വന്നാൽ മകൻ വന്ന് വാപ്പയോട് കാര്യങ്ങൾ പറയും, മകളും പറയും ഇന്ന സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു മകൾ നല്ലൊരു ഡ്രസ്സ് ഇട്ട് വരുമ്പോൾ വാപ്പ തന്നെ പറയട്ടെ, നല്ല അടിപൊളി ഡ്രസ്സാണെന്ന് ആദ്യം മുദ്ര കൊടുത്താൽ തീർച്ചയായിട്ടും അവൾ ബസ്സിൽ കയറുമ്പോൾ മറ്റേതെങ്കിലും ഒരു വ്യക്തി മുദ്ര കൊടുക്കുമ്പോൾ ഇതിനേക്കാൾ നല്ല മുദ്ര വാപ്പ തന്നായിരുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അവൾക്ക് സ്നേഹം വാപ്പയിലേക്ക് പോകും. നേരെ മറിച്ച് വാപ്പ അത് ഇട്ടുകൊണ്ട് വരുമ്പോൾ പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കാതെ വലിയ പെരുന്നാൾ ഇടാനുള്ളതാണ്, ഇപ്പോഴേ ഇട്ടുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞ് 2 ഒച്ചപ്പാടുണ്ടാക്കിയാൽ ഇവളിത് വാപ്പ അറിയാതെ ഒളിച്ചും പാത്തും ഇട്ടുകൊണ്ട് പോകുമ്പോൾ ബസ്സിലും ട്രെയിനിലും മറ്റെവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ചെറുപ്പക്കാരായ പിള്ളേരുകൾ സൂപ്പറാണെന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു കിളി അങ്ങോട്ട് പാറിപ്പോവും അവനിലേക്ക്. ഇതാണ് സംഭവം. പ്രണയം അവിടെയാണ് മുട്ടിട്ട് വരുന്നത്.
കാരണം എന്താ, വാപ്പയിൽ നിന്ന് കിട്ടാത്ത, ഉമ്മയിൽ നിന്ന് കിട്ടാത്ത, വീട്ടിൽ നിന്ന് ആരിൽ നിന്ന് തന്നെ കിട്ടാത്ത ഒരു സ്നേഹം മറ്റൊരു പരപുരുഷനിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. താൻ സുന്ദരനാണെന്നും സൗന്ദര്യവതിയാണെന്നും ആദ്യമായി പറഞ്ഞത് ഇന്നവനാണ്. പിറ്റേ ദിവസം അവൾ അതിനേക്കാൾ നല്ലതുപോലെ അണിഞ്ഞൊരുങ്ങി ചുണ്ടുകൾ ചുമപ്പിച്ച് കവളുകൾ നല്ല തിളക്കമാർന്നതാകുന്ന സൗന്ദര്യ വസ്തുക്കളൊക്കെ തേച്ച് കണ്ണുകളൊക്കെ പീലികളൊക്കെ കറക്റ്റ് ചെയ്ത് എല്ലാം നല്ല കൃത്യമാക്കി നൈലുകൾ പോലീസ് ചെയ്ത് നല്ല വൃത്തിയായി വസ്ത്രം ധരിച്ച് മക്കനെയൊക്കെ ചുറ്റി വൃത്തിയായി അവൾ പോകുമ്പോൾ അതേ സ്പോട്ടിലെത്തുമ്പോൾ ആ പെണ്ണിന്റെ കണ്ണ് ഒന്ന് ചെറിയതായിട്ടൊന്ന് പാസ് ചെയ്യും. ഇന്നലെ നിന്ന് ആ ചെറുപ്പക്കാരോ അവിടെ ഉണ്ടോ, കൈ കാണിക്കുന്നുണ്ടോ, അവനവിടെ ഉണ്ടോ, ഇല്ല എന്ന് തോന്നുമ്പോൾ ആ പെണ്ണിന്റെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പതറും, ചുറ്റും ഒന്ന് നോക്കും, വേറെ എവിടെയെങ്കിലും നിൽക്കാണോ. എന്താ കാരണം? തനിക്ക് വീട്ടിൽ നിന്ന് കിട്ടാത്തതാകുന്ന ഒരു സന്തോഷം വേറൊരുത്തിൽ നിന്ന് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളുടെ ഹൃദയം പകരുന്ന അങ്ങനെയാണ്. നമ്മൾ സ്നേഹം കൊടുത്തു. എപ്പോഴാണ് കൊടുത്തത്? കുട്ടികൾ ഇങ്ങനെ ചെറുപ്പത്തിൽ ഇരിക്കുമ്പോൾ ഈ അമ്മ എടുത്തു, വലുതാകുമ്പോൾ മുഴുവനും ഭയങ്കര കടുത്ത സ്വഭാവം. അവസാനം കെട്ടിച്ചു വിടുമ്പോഴത്തേക്കും വീഡിയോ പിടിക്കുന്നോ കാണാൻ വേണ്ടി രണ്ട് കരച്ചില്. ഇതെല്ലാം നടക്കുന്ന സംഭവം. ഒരു റീൽസിന് വേണ്ടി ഒരു സാധനം ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് വന്ന കരച്ചിൽ ഏതും ആയിക്കോട്ടെ, നമ്മുടെ ഹൃദയം അപ്പോഴാണ് പൊട്ടുന്നത്. അതല്ല, അല്ലാതെ കുട്ടികൾക്ക് തോന്നണം. അവരുടെ വലിയ പ്രായത്തിൽ അവർ കണ്ടിട്ടില്ല സ്നേഹം. ഉമ്മ പറഞ്ഞിട്ടുള്ള ഒരു കേട്ടറിവ് മാത്രമാണ്. കുട്ടികളെ നമുക്ക് ജീവനാണ്. പക്ഷെ ജീവിതത്തിൻ്റെതാകുന്ന തത്രപ്പാടുകൾക്കിടയിൽ നമ്മൾ പരസ്പരം അത് കാണിക്കാൻ വിട്ടുപോകുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ല. മുത്തുനബി ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിച്ച് ചുംബിച്ചു. അപ്പോഴൊരു സഹാബി ചോദിക്കുന്നു, പടച്ച റബ്ബേ, എന്താണ് ഈ ചെയ്യുന്നത്? കുട്ടികളെ ചുംബിക്കോ അതോ ആൺകുട്ടികളെ ചുംബിക്കോ? ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. നബി തങ്ങൾ പറഞ്ഞു, ഇന്നഹു ലാ യർഹമു മൻ ലാ യുർഹം. കുട്ടികളോട് കരുണ ചെയ്യാത്തവന് അള്ളാഹുവിന്റെ കരുണയുണ്ടാവുകയില്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ. ചേർത്ത് പിടിച്ച് ചുംബനം നൽകണം. വിവാഹം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇടയ്ക്ക് തിരിച്ചു വരുമ്പോഴും അലി റളിയല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് വരുമ്പോഴും ബഹുമാനപ്പെട്ടതാകുന്ന ഫാത്തിമ ബീവി വരുന്ന സമയത്ത് പ്രവാചകൻ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കും. എന്നിട്ട് നേരെ ചെന്ന കൈക്ക് പിടിച്ച് ചുംബിക്കും. ചിലപ്പോൾ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുക്കും. ഹദീസിൽ കാണാം. നമ്മൾ ചെയ്യാറുണ്ടോ? വന്ന ഉടനെ ആദ്യം പതുക്കെ ആ മോളെ തൊട്ട് വന്നിട്ട് പിന്നെ പതുക്കെ ഭാര്യയോട് ചോദിക്കും, അവളെന്തിനാ വന്നേ, നാളെ വല്ലതും പോവോ, എന്തോ വിഷയം. അടുത്ത ചോദ്യം, മോളെ എന്താ വന്ന, വിശേഷം വല്ലതും ഉണ്ടായിരുന്നു? അപ്പൊ തന്നെ അവർക്ക് മനസ്സിലായി ഇങ്ങോട്ട് വരണ്ടായിരുന്നു. പാപ്പാടെ സ്വഭാവം വല്ല പ്രശ്നം ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയാണ് പാവപ്പെട്ടൻ ചോദിച്ചത്. പക്ഷെ അത് ഇടങ്ങേറായി മക്കൾക്ക്. നമ്മളതാണ് ചില സ്ഥലങ്ങളിൽ അത് ചോദിക്കേണ്ട സ്ഥലത്തല്ല. അതേസമയത്ത് മക്കൾ വരുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് മോളെ അൽഹംദുലില്ലാ ബാ മോളെ ഒരു ഉമ്മയൊക്കെ കൊടുത്തു, ചുംബനമൊക്കെ കൊടുത്തോനെ അവർക്ക് എന്തൊരു സന്തോഷമാണ്, റാഹത്താൻ. ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് 2 ദിവസം അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് രഹസ്യമായിട്ട് ഉമ്മ ചോദിച്ചോളൂ. നമ്മളല്ലേ ചോദിക്കേണ്ടത്, അതൊക്കെ ഉമ്മ ചോദിക്കും. എന്താണ് മോളെ വല്ല പ്രശ്നങ്ങളുണ്ടോ വിഷയങ്ങളുണ്ടോ എന്നൊക്കെ അവർ ചോദിക്കും. ഇല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ നോട്ടീസ് ഇവിടെ വന്നിട്ടുണ്ടാവും, ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് വിവരം ഇവിടെ അറിഞ്ഞിട്ടുണ്ടാവും, ഫോൺ വിളിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ കുറേ കാര്യങ്ങളുണ്ട് പറയാൻ, സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചുരുക്കുന്നു. ഏതായിരുന്നാലും അറിവ് നമ്മൾ സമ്പാദിപ്പിക്കണം. അത് ആണുങ്ങൾക്ക് നൽകണം, പെൺകുട്ടികൾക്ക് കൊടുക്കണം. 2 വിദ്യാഭ്യാസം അനിവാര്യമാണ്. അതിന് മുൻതൂക്കം ഏതിനാണ്? ആഖിറത്തെ നൽകുന്ന വിദ്യാഭ്യാസമാണ്. ഇന്നത് പലപ്പോഴും നഷ്ടപ്പെട്ടത് കൊണ്ടാണ് മക്കൾ പല രീതിക്കും ആത്മീയമാകുന്ന വളർച്ചയില്ലാതെ മുരടിച്ചു പോയി തിന്മയുടെ വഴിത്താരിയിലേക്ക് പോകുന്നത്. അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ചോദിക്കുന്നു, ഇബ്രാസിൽ മുസ്ലിമീൻ എന്ന് പറയുന്ന സാധു സഹായ സമിതിക്ക് വേണ്ടി ധാരാളം പാവപ്പെട്ട പെൺകുട്ടികളെ, പ്രത്യേകിച്ച് സമുദായം നോക്കാതെ നല്ല രീതിയിൽ വിവാഹം കഴിപ്പിച്ചയക്കുന്നതാകുന്ന സഹോദരങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ ആരാണ് നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് ഞാനൊരു 5000 രൂപ തരാം. വലിയ തുകയൊന്നും ചോദിക്കുന്നില്ല, 25,000 1 ലക്ഷം ഒന്നും ചോദിക്കുന്നില്ല. കാരണം എല്ലാവരുടെ അവസ്ഥ ഇപ്പോൾ വളരെ പരിതാപകരമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആദ്യമായിട്ടൊന്ന് തുടക്കം വെക്കാൻ 5000 രൂപ ഒരാളൊന്ന് കൈയുയർത്തിക്കുക. ആദ്യമായിട്ട് നല്ല നിയ്യത്ത് വെച്ച് ഇൻഷാ അല്ലാഹ് ആ സഹായ സമിതിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈ സദസ്സിൽ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഈ സദസ്സിൽ ആരാണ് ഇൻഷാ അല്ലാഹ് കൈയുയർത്തുന്നത്? അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.